ജെ ജയരാജ് സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത് സി പി എമ്മിന്റെ വാദം പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അദ്ദേഹം സി പി എം സഹയാത്രികൻ എന്ന് പറയുന്ന അപ്പുറം സി പി എമ്മിന്റെ പാർട്ടി ഭാരവാഹി പോലെ തന്നെ സംസാരിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഒരാളെ പൊതു റോഡിൽ നിന്ന് ഒരാളെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നാൽ ഈ രീതിയിലാണോ ജനമൈത്രി പോലീസ് പെരുമാറേണ്ടത്? മൂന്നാം മുറയുടെയൊക്കെ കാലം കഴിഞ്ഞില്ലേ? അടിയന്തരാവസ്ഥയുടെ കാലം പറഞ്ഞുകൊണ്ട് ഇന്നും പിണറായി വിജയന്റെ പോലീസിന്റെ ചെയ്തിയെ ന്യായീകരിക്കാൻ അദ്ദേഹത്തിന് എങ്ങനെ മനസ്സ് വരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. നോക്കുക, അയാൾ എത്ര ചെറുപ്പമാണ്. ഒരു ചെറുപ്പക്കാരനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അകാരണമായി മർദ്ദിക്കുന്നു. അയാൾ ഏത് കേസിലാണ് പ്രതി? അയാൾ എന്തെങ്കിലും ബലാത്സംഗ കേസിൽ പ്രതിയാണോ? അയാൾ എന്തെങ്കിലും വല്ല സ്ട്രീറ്റ് റോബറി കേസിൽ പ്രതിയാണോ? അയാൾ ഒരു പൊതുപ്രവർത്തകനാണ്, ഒരു ക്ഷേത്രത്തിലെ പൂജാരിയാണ്, ആ നാട്ടിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവാണ്. അയാളെ കൊണ്ടുവന്ന് കുന്നംകുളം പോലീസിന് അപരിചിതനല്ല. കുന്നംകുളം പോലീസിന് ആ ചെറുപ്പക്കാരനെ നല്ലപോലെ അറിയാം. നാട്ടിലെ പൊതുകാര്യങ്ങളിലെല്ലാം ഇടപെടുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ വ്യക്തിവിരോധമോ അതല്ലെങ്കിൽ രാഷ്ട്രീയ വിരോധമാണ് കുന്നംകുളം പോലീസ് തീർത്തത്. അദ്ദേഹം AC മൊയ്തീനെതിരെ വളരെ ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ചെറുപ്പക്കാരൻ കൂടിയാണ്. അപ്പോൾ ആ തലത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു ചെറുപ്പക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് രാഷ്ട്രീയ വിരോധം തീർക്കുന്നത് പോലെ ഇത്തരത്തിൽ ക്രൂരമായ രീതിയിൽ മർദ്ദിക്കുകയാണ്. അങ്ങനെ മർദ്ദിച്ച ആളുകൾക്കെതിരെ തക്കതായ നടപടിയെടുക്കാൻ ഈ സർക്കാർ തയ്യാറാകുന്നില്ല. ഈ സർക്കാരിന്റെ ജനമൈത്രി പോലീസിന്റെ നയം ഇതാണ് എന്ന് ബി ജയരാജ് പറഞ്ഞാൽ മതി. അടിയന്തരാവസ്ഥ കാലത്തിനോട് ഉപമിക്കേണ്ടതില്ല. അങ്ങനെയാണെങ്കിൽ അടിയന്തരാവസ്ഥ കാലത്തിനേക്കാൾ ഭീകരമായി സഞ്ചരിക്കുന്ന അടിയന്തരാവസ്ഥ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് അദ്ദേഹം സമ്മതിക്കേണ്ടതായിട്ട് വരും. കാരണം ആ രീതിയിലാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി, ശ്രീ ഹരിദാസ്, ജയരാജിന്റെ വാദങ്ങളെ എങ്ങനെ കാണുന്നു? ജയരാജിന്റെ വാദങ്ങളെ അംഗീകരിക്കാതിരിക്കാൻ പറ്റുമോ? ജയരാജ് തന്നെയല്ലേ പറയണത് മറ്റേതൊരു സർക്കാരിന്റെ കാലത്തുള്ളതിനേക്കാൾ കൂടുതൽ ഇവിടുത്തെ പോലീസുകാരെ പിരിച്ചുവിടേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത് പിണറായി വിജയന്റെ 9 വർഷവും 3 മാസവും നീണ്ട ഭരണത്തിന് കീഴിലാണെന്ന് പറയുമ്പോൾ അദ്ദേഹം തന്നെ അഡ്മിറ്റ് ചെയ്യുന്നു, ഈ 9 വർഷവും 3 മാസവുമുള്ള ഭരണത്തിന് കീഴിലെ ഇവിടെ പോലീസ് ജനങ്ങളുടെ നേരെ അഴിഞ്ഞാടുകയാണ്. നികുതിദായകരോട് നന്നായി പെരുമാറേണ്ട പോലീസിന്റെ ഭാഗത്തു നിന്നും ചീത്തയായ പെരുമാറ്റം ഉണ്ടാവുകയും അതിനെതിരെ പ്രതിപക്ഷവും അതുപോലെ തന്നെ നിയമ സംവിധാനങ്ങളും ശക്തമായി പ്രചോദനം ചെലുത്തുകയും ചെയ്യുക വഴി ധാരാളം പേരെ പിരിച്ചുവിട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞില്ലേ? പക്ഷെ മറ്റു സർക്കാരുകളുടെ കാലത്ത് ഇപ്പൊ അദ്ദേഹത്തിന് പറയാനുള്ളത് ഉദയകുമാറിന്റെ കേസ് അല്ലാണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വിരൽ മടക്കാവുന്ന മറ്റൊന്നുണ്ടോ? അടിയന്തരാവസ്ഥയുടെ ഭീകര നാളുകളിലേക്ക് ഈ ഒരു വിഷയം വലിച്ചിഴക്കല്ലേ ശ്രീ ജയരാജ്, ദയവ് ചെയ്തിട്ട്. കാരണം ആ കാലഘട്ടം കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ നവീകരിച്ച പോലീസാണ്. പുറത്ത് ജനമൈത്രി പോലീസ് എന്നോ അല്ലെങ്കിൽ ജനങ്ങളോട് പ്രിയമുള്ള പോലീസ് എന്നോ ബോർഡ് വെച്ചത് കൊണ്ടായില്ല. അവിടെ ചെല്ലുന്ന ജനങ്ങൾക്ക് നികുതിദായകരാണെന്ന ബോധത്തോട് കൂടിയിട്ട് പെരുമാറാനുള്ള ഒരു സഹിഷ്ണുത പോലീസുകാർക്ക് ഇല്ലാതെ പോയത് ഈ 9 വർഷവും 3 മാസത്തിനും ഇടയ്ക്കാണ്. അക്കമിട്ട് നിരത്തിയാൽ ഏകദേശം ഒന്നാം പിണറായി വിജയന്റെ സർക്കാരിന്റെ കാലത്ത് ഇദ്ദേഹം തന്നെ, ഈ പിണറായി വിജയൻ തന്നെ പോലീസിന് തെറ്റുപറ്റി എന്ന് 9ഓ 10ഓ തവണ പറയേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ട്. സ്വന്തം സുരക്ഷയ്ക്ക് രാവിലെയും വൈകുന്നേരവും പ്രാധാന്യം നൽകിക്കൊണ്ട് അദ്ദേഹം കാണിക്കുന്ന ശുഷ്കാന്തിയുടെ 1% ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയും ഇവിടുത്തെ പോലീസ് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് ദിനംപ്രതി പരിശോധിക്കാൻ ഒരു സംവിധാനം ഇല്ലാതെ പോയതാണ് കേരളത്തിലെ പോലീസ് ഇത്രയും വഷളാവാനുള്ള കാരണം. ഞാൻ നേരത്തെ പറഞ്ഞു പൂർത്തിയാകും മുമ്പ് മഞ്ജുഷ ഇടപെട്ടു. ഒരു ഗുണ്ടയുടെ കയ്യിൽ ഇത്തരത്തിൽ നമ്മളൊക്കെ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ പോലും ഈ വട്ടിട്ട് ഈ 3 പേര് കുനിച്ചു നിർത്താനും കൈ പൊക്കി ഇടിക്കാനും കാണിക്കുന്ന വ്യഗ്രത ഒരു ഗുണ്ട കാണിക്കില്ല. 1-2 മിനിറ്റിനുള്ളിൽ അവരുടെ വൈരാഗ്യം തീർത്തിട്ട് പോവും. പക്ഷെ ഇവിടെ പോലീസ് യൂണിഫോം ഇട്ടുകൊണ്ട് ഇത്തരത്തിലൊരു ചെറുപ്പക്കാരനെ, ശ്രീ ജയരാജ് താങ്കൾ പറഞ്ഞു ആ ചെറുപ്പക്കാരൻ എന്താണ് അവിടെ ചെയ്തത്? എന്തോ ചെയ്യട്ടെ ശ്രീ ജയരാജ്. പരമോന്നത നീതിപീഠത്തിന്റെ കാര്യം ഇവിടെ സംസാരിച്ച യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹി പറയുന്നത് കേട്ടിട്ടില്ലേ? എന്തൊക്കെ മാനദണ്ഡങ്ങൾ. ഈ പോലീസുകാരുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ ആ ചെറുപ്പക്കാരൻ എന്താണ് ചെയ്തത് എന്ന് അനുമാനിക്കാവുന്നതേ ഉള്ളൂ. അവിടെ കൂട്ടം കൂടി നിന്ന് കുറെ ചെറുപ്പക്കാരെ ഭീഷണിപ്പെടുത്തി അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുവാൻ ശ്രമിച്ചു. അതെന്തിനാണെന്ന് ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു. അത്രേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ അവരെ വിട്ടിട്ട് ഇദ്ദേഹത്തെ പിടികൂടി സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. ഇതേ സംഭവിച്ചിട്ടുള്ളൂ ശ്രീ ജയരാജ്. ഹരിദാസ്, അതിനാണ് ജയരാജ് ഇത്രമാത്രം വീറോടെ പറയുന്നത്. ഈ ചെറുപ്പക്കാരൻ എന്ത് ചെയ്തു എന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടില്ലല്ലോ, ഇല്ലല്ലോ. അപ്പോൾ ഒരു അതർ സൈഡ് ഇതിനുണ്ട് എന്ന്. തീർച്ചയായിട്ടും നമ്മളൊരു കാര്യത്തിന് കാണുന്നുണ്ടെങ്കിൽ അതിന് 2 സൈഡും തീർച്ചയായിട്ടും കാണണം. ഈ പോലീസ് അതിക്രമങ്ങളെന്നും ഞാൻ ന്യായീകരിക്കുകയൊന്നുമല്ല. പിന്നെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് അവാസ്തവമാണ്. സമരം ചെയ്യുന്ന SFIക്കാരുടെ ജനനേന്ദ്രിയത്തിലെ ഇലക്ട്രിക് ബാറ്റൺ ഉപയോഗിച്ചത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. അതൊന്നും മറന്നിട്ടൊന്നുമില്ല. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സംഭവമാണത്. ഇലക്ട്രിക് ബാറ്റൺ കൊണ്ടുവന്ന് കുട്ടികളുടെ, അത് സ്കൂൾ കുട്ടികളുടെയും കോളേജ് കുട്ടികളുടെയും ജനനേന്ദ്രിയത്തിൽ അത്
പ്രയോഗിച്ച പോലീസാണ് കേരളത്തിലുള്ളത്. അല്ലാതെ ഈ 10 വർഷം കൊണ്ടല്ല ഇവിടുത്തെ പോലീസിന് ഈ സ്ഥിതി ഉണ്ടായത്. പോലീസ് സേന അടിമുടി അഴിച്ചു പണിയുന്ന സമയം അതിക്രമിച്ചു. പഴയ ബ്രിട്ടീഷുകാരുടെ ട്രെയിനിങ് പ്രോഗ്രാം മാറ്റേണ്ടുന്ന സമയം അതിക്രമിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് റെക്ടിഫിക്കേഷൻ ക്യാമ്പയിനിങ്ങിന്റെ ഭാഗമായിട്ടാണ് 600ഓളം ആളുകളെ ഇതിനകത്തുനിന്ന് പുറത്താക്കിയത്, മറ്റുള്ളവർക്കെതിരെ നടപടിയെടുക്കുന്നതും. അതെന്താ മനസ്സിലാക്കാത്തത്? അല്ലാതെ കഴിഞ്ഞ 10 വർഷത്തെ പ്രശ്നങ്ങൾക്കാണോ ഇവിടുത്തെ പോലീസുകാരെ പുറത്താക്കിയത്? കഴിഞ്ഞ 10 വർഷത്തെ പ്രശ്നം കൊണ്ടാണോ ഇത്രയധികം ആളുകൾ നടപടിയെടുത്തത്? അതിന് ആർജവമുള്ള ഒരു സർക്കാർ വേണം. ആർജവമുള്ള ഇവർക്കെതിരെ എന്ത് നടപടിയെടുത്തെന്നല്ല ചോദിച്ചത്. അവരെ ട്രാൻസ്ഫർ ചെയ്തു, അവരുടെ ഇൻക്രിമെന്റ് കട്ട് ചെയ്തു, അവരുടെ സർവീസിൽ റെഡ് മാർക്ക് ഇടൂ. ഇതൊക്കെ കളിച്ച കാര്യമാണോ ഈ ഒരു സംഭവം നടന്നതിന്റെ പേരിൽ? ഇതെങ്കിലും ചെയ്യുമായിരുന്നോ? ഉമ്മൻചാണ്ടിയുടെ കാലത്തായിരുന്നെങ്കിൽ, AK ആന്റണിയുടെ കാലത്തായിരുന്നെങ്കിൽ പോലീസ് ഇവിടെ എന്താ ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ഈ കാലഘട്ടത്തിൽ പോലീസ് സ്റ്റേഷൻ ആരാണ് ഭരിക്കുന്നതെന്ന് ഞാൻ കണ്ടുകൊണ്ടിരുന്നതാണ്. അവിടെ സംഘപരിവാറിന്റെ വിളയാട്ടമായിരുന്നു കോൺഗ്രസ് ഭരണകാലത്ത്. എല്ലാ പോലീസ് സ്റ്റേഷനുകളും തുറന്നിട്ട് കൊടുക്കുകയായിരുന്നു അവർക്ക്. അവർ ഹാൻഡ് ആൻഡ് ഗ്ലൗ ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതായിരുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന പോലീസ് സ്റ്റേഷൻ നടക്കുന്ന മർദ്ദനങ്ങളും ഇതിന്റെ അപ്പുറത്തെ മർദ്ദനങ്ങളും എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്, ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. ഇത് ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. ഇതിനു മുമ്പ് ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉരുട്ടി കൊലകൾ ഉണ്ടായിട്ടുണ്ട്. 3rd ഡിഗ്രി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോഴാണ് 2 അടിയുടെ കാര്യം പറഞ്ഞിട്ട് ഇത്ര വലിയ കാര്യം ഉണ്ടാവുന്നത്. നാളെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ചുകൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ ഇട്ടാലോ അതിനുവേണ്ടി വാദിക്കാനും ആളുണ്ടാവും. ഒരു സൈക്കോപാത്ത് ക്രിമിനലിനെ പിടിച്ചുകൊണ്ട് നാളെ മറ്റന്നാളോ എന്തായാലും ജയിലിനുള്ളിലാവും. ജയിലിനുള്ളിലാവുന്നുണ്ടെങ്കിൽ ഈ സമരവുമായിട്ട് ഇറങ്ങാൻ യാതൊരു എളുപ്പമില്ലാത്ത ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാരൻ കാണുമെന്നുള്ളതെന്നകത്ത് യാതൊരു സംശയവും മർദ്ദനങ്ങൾക്കെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുള്ള പാർട്ടിയെ അനുകൂലിക്കുന്നയാളായ താങ്കളാണ് പറയുന്നത് ഇതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല എന്ന്. അത്രേ മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. പിണറായി ഭരണത്തിന് കീഴിൽ ആർക്കൊക്കെയോ എതിരെ നടപടിയെടുത്തു എന്ന് പറയുമ്പോൾ അത് അഡ്മിറ്റ് ചെയ്യുകയാണല്ലോ. ഇവിടെ ലോക്കപ്പ് മർദ്ദനങ്ങൾ കൂടി വരുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് ഇത്. ഇപ്പോൾ പഴയതുപോലെയല്ല, ഇപ്പോൾ ദൃശ്യങ്ങളും കൂടുതൽ വ്യക്തതയുള്ളതാണ്. നേരത്തെ നേരത്തെ ഉള്ളതാണ്. ഇപ്പോഴത്തെ കേസുകൾ മാത്രമല്ല, നേരത്തെ നീണ്ടു നിൽക്കുന്ന കേസുകളാണ്. വരില്ലായിരുന്നു. ആ CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചതാണ്. പക്ഷേ അത് വെളിയിൽ വന്നു. അങ്ങനെ വെളിയിൽ വരാത്ത എത്രയോ ഇടിമുറി മർദ്ദനങ്ങൾ ഉണ്ടാവാം. ഇപ്പോൾ ഇതേ സ്റ്റേഷനിൽ തന്നെ ഉണ്ടാവാം, ഇതേ പോലീസുകാർ തന്നെ നടത്തിയിട്ടുണ്ടാവാം. അതിലൊന്നും സംശയമില്ലാത്ത കാര്യമാണ്. ശ്രീ ജനീഷ്, എന്തുകൊണ്ടാണ് ഈ നടപടി ഉണ്ടാകാതെ പോയത്? ഇപ്പോൾ ജയരാജ് പറയുന്നുണ്ട് ഇൻക്രിമെന്റ് കട്ട് ചെയ്തു, സർവീസിൽ ബ്ലാക്ക് മാർക്ക് വീണു, സ്ഥലം മാറ്റി എന്ന്. അത് എന്തൊക്കെ നടപടികളായിരുന്നു വന്നിരുന്നത്? കുറ്റക്കാരാണ് ഇന്റേണൽ റിപ്പോർട്ട് തന്നെ, ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് തന്നെ വന്നിരുന്നു. പോലീസിന്റെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് തന്നെ ഈ പോലീസുകാരെ കുറ്റം ചെയ്തെന്നുള്ളതാണല്ലോ. എന്തായാലും അവരെ സ്ഥലം മാറ്റേണ്ടി വന്നു, അവരുടെ ഇൻക്രിമെന്റ് കട്ട് ചെയ്യേണ്ടി വന്നു. ആ ഘട്ടത്തിൽ തന്നെ പോലീസിന് ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് പോലീസ് മാനുവലിന്റെ വിരുദ്ധമായ രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന്. അതിന്റെ ഗ്രാവിറ്റി പരിശോധിക്കുന്നതിൽ അവർക്ക് വലിയ പോരായ്മ ഉണ്ടായില്ലേ? ആ വിഷ്വൽ പരിശോധിച്ച് നോക്കിയാൽ തന്നെ അതൊരു സ്ഥലം മാറ്റത്തിൽ ഒതുക്കേണ്ട കാര്യമല്ല എന്ന് ബോധ്യപ്പെടുമല്ലോ. ഇങ്ങനെയുള്ള പോലീസുകാരെ വെച്ച് എങ്ങനെയാണ് ഒരു സ്റ്റേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക? ഇപ്പൊ ഈ നൂമാനെ തൃശ്ശൂർ വിയ്യൂര് സ്റ്റേഷനിലാണ് SI ആയിട്ട് നിയമിച്ചിട്ടുള്ളത്. മറ്റു 2 പേരും തൃശ്ശൂർ ഈസ്റ്റും വെസ്റ്റും പോലെയുള്ള ഏറ്റവും സുപ്രധാനമായ ടൗൺ കേന്ദ്രീകരിച്ചുള്ള പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഈ നടപടി കൊണ്ട് ഇവർക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടാകും? ഈ നടപടി ഇവർക്ക് എന്തെങ്കിലും നടപടിയായി തോന്നുന്ന ഘട്ടം ഉണ്ടായിട്ടുണ്ടോ? അതൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അവരെ സംരക്ഷിക്കുകയാണ് ഈ സർക്കാർ ചെയ്തിട്ടുള്ളത്. അത് ഈ സർക്കാരിന്റെ തെറ്റായ നയമാണ്. ജയരാജ് എന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണ്. ഞാനിപ്പോ ഈ പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ, 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ വെറും 2 വർഷം മുമ്പ് ഒരു ചെറുപ്പക്കാരൻ നേരിട്ട, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ നേരിട്ട, ഒരു യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് നേരിട്ട ഒരു അക്രമത്തെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ജയരാജ് മറുപടി പറയുന്നത് എവിടേക്കാണ്? അദ്ദേഹം വർഷങ്ങൾക്ക് പുറകിലേക്ക് സഞ്ചരിക്കുകയാണ്. അങ്ങനെ പോകാനാണെങ്കിൽ എത്രയോ കഥകൾ നമുക്ക് പറയാൻ വേണ്ടി വേറെയുമുണ്ട്. എത്രയോ കേസുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. വരാപ്പുഴയിലെ സ്പീച്ച് ഉൾപ്പെടെയുള്ള കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോ ആ കാര്യങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് തന്നെ, പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ CPM സാധിക്കില്ല. ഇവിടെ വളരെ കൃത്യമായി ഈ പോലീസുകാരെ സംരക്ഷിക്കുന്ന സമീപനം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് DIG ഹരിശങ്കർ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരെ സ്ഥലം മാറ്റി, അവരുടെ ഇൻക്രിമെന്റ് കട്ട് ചെയ്തു, കൈകൊണ്ടിടിക്കുക മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. കൈകൊണ്ടിടിക്കാൻ പോലീസിന് അധികാരമുണ്ടോ? അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുവരുന്ന പ്രതിയെ CCTV ഉള്ളിടത്തോ CCTV ഇല്ലാത്തിടത്തോ മാറ്റി നിർത്തി പോലീസിനെ മർദ്ദിക്കാനുള്ള അധികാരം പോലീസ് മാനുവലിൽ പറയുന്നുണ്ടോ? റീസണബിൾ ഫോഴ്സ് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് ഏതൊക്കെ ഘട്ടങ്ങളിലാണ്? അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആയുധം കയ്യിൽ വെക്കുന്ന പ്രതികളെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഘട്ടങ്ങളിലാണല്ലോ. അങ്ങനെ ഏതെങ്കിലും ഒരു പ്രതിയെ പോലീസ് ഏതെങ്കിലും ഗുണ്ടാതലവന്മാരായിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്ത കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇതുപോലെ ഏതെങ്കിലും ഒരു കേസിൽ രാഷ്ട്രീയ പ്രതിയോഗികളെ പിടിക്കുമ്പോൾ അവരുടെ പുറകിൽ അവരുടെ ശരീരത്തിൽ 3ാം ഡിഗ്രി പ്രയോഗിക്കുക, 3ാം മുറ പ്രയോഗിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരെ സ്ഥലം മാറ്റത്തിൽ ഒതുക്കിയാൽ പോരാ, ഇവരെ സർവീസിൽ നിന്ന് തന്നെ ഡിസ്മിസ് ചെയ്യേണ്ടവരാണ്.
ഇവരെ സർവീസിൽ നിന്ന് പുറത്താക്കേണ്ടവരാണ്. ഇവർ പോലീസിന് ഒരു അപമാനമാണ്. ആ ചെറുപ്പക്കാരന് സംഭവിച്ചിട്ടുള്ള പെർമനന്റ് ആയിട്ടുള്ള ഡിസബിലിറ്റിക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മറുപടി പറയണം. ഇവിടെ നേരത്തെയുള്ള മുൻകാല കേസുകളിലൊക്കെ തന്നെ വളരെ കൃത്യമായ വിധിന്യായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. അവർക്ക് സ്വീകരിക്കാവുന്ന ഇവരുടെ പേരിൽ എടുക്കാവുന്ന നടപടികളെ പറ്റി പറയുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ തന്നെ ഈ സർക്കാരിന് മാറി സഞ്ചരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് നമുക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്. ഈ നിലവിൽ ഇവർക്കെതിരെ കേസ് ഉണ്ടല്ലോ അല്ലെ, ഈ പോലീസുകാർക്കെതിരെ കേസ് നിലവിലുണ്ടല്ലോ അല്ലെ, മജിസ്ട്രേറ്റ് കേസ് നിലനിൽക്കുന്നുണ്ട്. ഈ കേസ് തന്നെ എങ്ങനെയാണ്? ഈ കേസ് തന്നെ സുജിത്ത് കോടതിയിൽ പോയതാണ്. എന്നെ മർദ്ദിച്ചിട്ടുണ്ട്, എനിക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, അതിന്റെ മെഡിക്കൽ രേഖകൾ ഉൾപ്പെടെ ഹാജരാക്കിക്കൊണ്ട് സുജിത്ത് പോലീസ് കേസെടുക്കാത്തതിന്റെ ഭാഗമായി കോടതിയിൽ പോയി CRPC പ്രകാരം 156 പ്രകാരം അദ്ദേഹം പോലീസിനെതിരെ കോടതിയിൽ പോയതിന്റെ ഭാഗമായി എടുത്ത കേസാണ്. ഇന്ന് ഹരിശങ്കർ DIG പറഞ്ഞത് ഈ കേസ് കോടതിയിൽ നിൽക്കുകയാണെന്ന്. എങ്ങനെയാണ് കോടതിയിൽ വന്നത്? കോടതിയിൽ വന്നത് സുജിത്തിന് നീതി ലഭിക്കാതായപ്പോൾ സുജിത്ത് കോടതിയിലേക്ക് സമീപിച്ച് പോലീസിനെ ഡയറക്റ്റ് ഏൽപ്പിച്ചതാണ് ഈ കേസെടുപ്പിക്കാൻ വേണ്ടി. അതാണ് ഇന്ന് നിലനിൽക്കുന്നത് പറയുന്ന കോടതിയുടെ ഇടപെടലുണ്ടായി എന്ന് പറയുന്നത്. അപ്പൊ പോലീസ് ഇവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പോലീസ് മാനുവലിന് വിരുദ്ധമായി, പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടുന്ന പ്രവർത്തനത്തിന് വിരുദ്ധമായി പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകളെ കേരളത്തിന്റെ പോലീസ് സ്റ്റേഷനുകളിൽ 3ാം മുറ പ്രയോഗിക്കുന്നു എന്നുള്ളത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. ജയരാജ് നേരത്തെ പറയുമ്പോൾ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. ഇത് രാഷ്ട്രീയമെല്ലാം മാറ്റിവെക്കും. സുജിത്ത് യൂത്ത് കോൺഗ്രസ് ആണെന്നുള്ളത് മാറ്റിവെക്കും. ഒരു പൊതുപ്രവർത്തകനാണെന്നുള്ളത് മാറ്റിവെക്കും. ഒരു പൗരന് ഇതാണ് നീതി ലഭിക്കേണ്ടത്. അയാൾക്ക് ആർട്ടിക്കിൾ 21 പ്രകാരം അയാൾക്ക് ജീവിക്കാനുള്ള അയാളുടെ അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് പോലീസ് നടത്തിയത്. അതിനെതിരെ ഈ സർക്കാർ നടപടിയെടുക്കേണ്ടത്. ഒരു പൗരന്റെ ജീവന് ഈ സർക്കാരിന് ബാധ്യതയില്ലേ എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്.